പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർദ്ധരാത്രി ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതിനെ ചില മണ്ടശിരോമണികൾ കളിയാക്കുന്നത് കണ്ടു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ പ്രധാനമന്ത്രി അർദ്ധരാത്രി ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും കളിയാക്കുന്ന മരക്കഴുതകൾക്ക് ഇല്ലാതെ പോയി. അങ്കിൾ സെൽഫി, ഉമാർ അങ്കിൾ എന്നൊക്കെയാണ് മണ്ടന്മാർ നരേന്ദ്രമോദിയെ പരിഹസിച്ചത്. പക്ഷേ അദ്ദേഹം ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ വന്നതിൻ്റെ പിന്നിൽ വ്യക്തമായ കാരണമുണ്ടായിരുന്നു. ജെൻസിയുടെ പീക്ക് ടൈമിൽ വീണ്ടും വന്നു പ്രധാനമന്ത്രിയുടെ സെൽഫി വീഡിയോ. പ്രധാനമായും 3 വീഡിയോകളാണ് നരേന്ദ്രമോദി ജെൻസിയെ ലക്ഷ്യമിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. ജെൻസിയിലൂടെ ജെൻസിയിലേക്ക് എത്താനായിരുന്നു അദ്ദേഹത്തിൻ്റെ പദ്ധതി. പാറ്റകളുടെ സമരത്തിനിടയിൽ ജൂലൈ 23-ന് അർദ്ധരാത്രിയാണ് പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ വീഡിയോ വരുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് 101 മില്യനാണ്. 24 മണിക്കൂറിനുള്ളിൽ ആ വീഡിയോ കണ്ടത് 20.9 മില്യൺ ആളുകളാണ്. ഏകദേശം 21 കോടിയോളം ആളുകൾ. അതൊരു ലോക റെക്കോർഡായിരുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് പ്രധാനമന്ത്രിയുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടിയത് 1 മില്യനാണ്, അതായത് 10 ലക്ഷം. ജൂലൈ 24-ന് രാത്രിയായിരുന്നു പ്രധാനമന്ത്രിയുടെ രണ്ടാമത്തെ വീഡിയോ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. ആദ്യത്തെ വീഡിയോയ്ക്ക് പിന്തുണ നൽകിയവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ. ആ വീഡിയോ ഇതുവരെ കണ്ടത് 16.4 മില്യൺ ആൾക്കാരാണ്. പിന്നീട് ഓഗസ്റ്റ് 1-ാം തീയതി അദ്ദേഹം പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടത് 117 മില്യനാണ്. അതായത് ഫോളോവേഴ്സിൻ്റെ എണ്ണത്തിൽ ഇത്രയധികം വർധനവുണ്ടായത് അദ്ദേഹം ആദ്യം അർദ്ധരാത്രി പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് ശേഷമാണ്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇൻസ്റ്റാഗ്രാം തിരഞ്ഞെടുത്തത്? അതിന് വ്യക്തമായ കാരണമുണ്ട്. യുവജനങ്ങൾ കൂടുതലും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരാണ്. മറ്റു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ അവർ ഇൻസ്റ്റാഗ്രാമിനോളം സജീവമല്ല. അതും രാത്രി 10 മണിക്ക് ശേഷമാണ് അവർ ഇൻസ്റ്റാഗ്രാമിൽ ചെലവഴിക്കുന്നത്. പറയാനുള്ളത് യുവാക്കളോട് നേരിട്ട് പറയാൻ തന്നെയാണ് അദ്ദേഹം ഇൻസ്റ്റാഗ്രാം തിരഞ്ഞെടുത്തത് എന്നുറപ്പാണ്. ഇനിയാണ് പ്രധാന വിഷയം. അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2029-ലാണ്. 2029-ലെ 4 വോട്ടർമാരിൽ ഒരാൾ ജെൻസിയിൽ നിന്നായിരിക്കും. 18 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള 380 മില്യൺ ചെറുപ്പക്കാർ നമ്മുടെ ജനസംഖ്യയുടെ 25.1%. 33 മുതൽ 48 വയസ്സ് വരെയുള്ള 357 മില്യൺ ആളുകളുണ്ട്, അതായത് 23.6%. 49 മുതൽ 64 വയസ്സ് വരെ പ്രായമുള്ളവരാണ് അടുത്ത കാറ്റഗറിയിൽ പെടുന്നത്. ഇവർ 234 മില്യൺ ഉണ്ടാകും. ആകെ ജനസംഖ്യയുടെ 15.5%. 65 മുതൽ 83 വയസ്സ് വരെ പ്രായമുള്ളവർ 117 മില്യനാണ്, 7.7%. അതിനു മുകളിൽ 84 വയസ്സിന് മുകളിലുള്ളവർ 9 മില്യൺ ആളുകളാണ്. ഇത് ആകെ ജനസംഖ്യയുടെ 6% ഉണ്ടാകും. 2013-ന് ശേഷം ജനിച്ച 417 മില്യൺ ആളുകളുണ്ട്, അതായത് ആകെ ജനസംഖ്യയുടെ 27.6%. അവർക്കാകട്ടെ വോട്ടവകാശവുമില്ല. ഇവരാണ് ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ. അതായത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് ആകെ ജനസംഖ്യയുടെ കാൽഭാഗത്തോളം വരുന്ന പുതിയ വോട്ടർമാരാണ്. പത്രങ്ങൾ വായിക്കുകയോ ചാനൽ ന്യൂസുകൾ കാണുകയോ ചെയ്യാത്ത അവരെ സ്വാധീനിക്കാനാണ് നരേന്ദ്രമോദി ഇൻസ്റ്റാഗ്രാമിൽ സജീവമാകുന്നത് എന്നർത്ഥം. മെയ് 16-ന് തുടങ്ങിയ CJPയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് 26.6 മില്യനാണ്. അഭിജിത്ത് ദിബ്കയ്ക്ക് 5 മില്യൺ ഫോളോവേഴ്സ്. ലോകത്തെ ഏറ്റവും അംഗങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടിയായ BJPക്ക് 9.6 മില്യൺ മാത്രം. CJPയുടെ സമരത്തിന് ശേഷം ഇൻസ്റ്റാഗ്രാം രാഷ്ട്രീയ ചർച്ചകൾ കൊണ്ട് സജീവമാണ്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇൻസ്റ്റാഗ്രാമിൽ സജീവമായതും സഹപ്രവർത്തകരോട് ഇൻസ്റ്റാഗ്രാമിൽ സജീവമാകാൻ ആവശ്യപ്പെട്ടതും. ഇപ്പോൾ മനസ്സിലായില്ലേ, ഒരുപാട് ജോലികളുള്ള ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാതിരായ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോയുമായി വന്നത് എന്തിനാണെന്ന്. അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അല്ലെങ്കിൽ തന്നെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ.